ശ്രീ പണിക്കർ, വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടതിൽ തെറ്റ് കാണുന്നുണ്ടോ താങ്കൾ? വിദ്യാഭ്യാസ മന്ത്രി അതിനെ ജനറലൈസ് ചെയ്തോ? ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കുണ്ട് എന്ന രീതിയിൽ പറഞ്ഞോ അദ്ദേഹം? ശരി, ഞാൻ ഒന്ന് ഇടപെടുക. ശ്രീ പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഞാൻ കരുതുന്നത് മന്ത്രി ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിഷയമാണ്, ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണമാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു രക്ഷകർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ മന്ത്രിയുടെ പ്രതികരണം അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉണ്ടാകേണ്ടത്? അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് ഒരുപക്ഷെ ഈ ഒരു ഇൻസിഡന്റിന് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായോ? അങ്ങനെ ഏതെങ്കിലും സ്കൂളുകളെ ഒരു വർഗീയ പരീക്ഷണശാലകളാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു ശ്രമം ഉണ്ടായോ? അതിന് ഉത്തരം പറയേണ്ടത് മന്ത്രിയാണ്. ഒന്ന്. രണ്ട്, മതത്തിന്റെ വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ രീതിയിലത്തേക്ക് പറയേണ്ട തരത്തിലുള്ള ഇവിടെ വളരെ വ്യാപകമായിട്ട് സംഘപരിവാറോ മറ്റാരെങ്കിലും നോട്ടീസ് കൊടുത്തിട്ട് ഇവിടെ വ്യാപകമായിട്ട് ക്രിസ്മസ് ആഘോഷം തടയുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായോ? ചോദ്യമാണ്. അത് മന്ത്രി മറുപടി പറയേണ്ടതാണ്. അടുത്തത്, വേർതിരിവിന്റെ വിഷവിത്തുകൾ പാകാനായിട്ടുള്ള ശ്രമം. ആലോചിച്ച് നോക്കൂ, ഇവിടെ വേർതിരിവെന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാർ, ആ രണ്ട് മതവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾ തമ്മിൽ ഒരു വേർതിരിവുണ്ടാകുന്നു, സാമൂഹ്യമായിട്ടുള്ള വേർതിരിവായിട്ട് അത് മാറുന്നു. ആ രീതിയിലത്തേക്കുള്ള വിഷവിത്തുകൾ പാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഞാൻ പറഞ്ഞത് ഈ രീതിയിലത്തേക്ക് മന്ത്രി പ്രതികരിക്കണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു, അതായത് കേവല പുകയല്ല, വലിയൊരു തീ അവിടെ ഉണ്ടാകണം. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇവിടെ ശ്രീമതി ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് മന്ത്രിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആർക്കും തന്നെ കഴിയുന്നില്ല. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ മന്ത്രി ചെയ്യേണ്ടത്? മന്ത്രി ചെയ്യേണ്ടത് ഈ രീതിയിലത്തേക്കുള്ള വലിയ ഡയലോഗ് അടിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾക്കറിയാമല്ലോ, വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിലുള്ള കുറേയധികം ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താറുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ മന്ത്രി എന്ത് അന്വേഷണം നടത്തി? ആ അന്വേഷണത്തിന്റെ എന്ത് റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ എന്ത് റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തുന്നത്? അപ്പൊ അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന്. നോക്കൂ, ഈ റിപ്പോർട്ട് തേടലാണ്. ഞാൻ പറഞ്ഞത് പ്രാഥമികമായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം കേരളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, മതത്തിന്റെ വിഭജനത്തിന്റെ വിഷവിത്തുകൾ പാകുന്നതിന് വേണ്ടി, കേരളത്തിനെ ഒരു ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ പരീക്ഷണശാലയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് എങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും. കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെയോ നമ്മുടെ നാട്ടിലെ സമൂഹത്തിനെയോ മതത്തിന്റെയോ ജാതിയുടെയോ പേരിലൊന്നും ഭിന്നിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. പക്ഷെ അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല എന്നുള്ളത് പ്രകടമായിട്ടിരിക്കുമ്പോൾ ഒരു സ്കൂളിലെ ഒരു രക്ഷകർത്താവിന്റെ കൺസേൺ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രീതിയിലത്തേക്ക് എന്തിനാ പറയുന്നത്? ഇതിന്റെ അക്കൗണ്ടബിലിറ്റി മന്ത്രി എവിടെ ഫിക്സ് ചെയ്തെന്ന് കണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തകളൊക്കെ മഞ്ജുഷ എടുത്ത് നോക്കൂ. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തിയോ? അപ്പൊ ചിന്മയുടെ ഒരൊറ്റ സ്കൂളിലും അങ്ങനെ ഇതില്ല എന്നാണോ പറയുന്നത്? ഇനി അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനകൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ ഒന്നും തന്നെ ക്രിസ്മസ് ആഘോഷം ഇല്ല എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇതിന് എവിടെയെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടാകേണ്ടതല്ലേ? ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി സ്കൂളിനെതിരെ നടപടിയെടുക്കാത്തത്? സ്കൂളിനെതിരെ നടപടി എടുക്കാമല്ലോ. നിങ്ങൾ ഇങ്ങനെ ഇതൊരു കേവലം ഒരു മതാഘോഷം മാത്രമല്ല, ഇവിടുത്തെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. അങ്ങനെയുള്ള കൾച്ചറൽ ഫെസ്റ്റിവലിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് മടിക്കുന്ന സ്കൂള്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സ്കൂള്, അതിനെ പ്ലാൻ ചെയ്തതിന് ശേഷം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്ന സ്കൂള്, അങ്ങനെയുള്ള സ്കൂളിനെതിരെ ഞാനിതാ നടപടിയെടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹം പറഞ്ഞോ? ഇനി പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സംഘടന, ഇപ്പൊ ഈ കത്തിൽ പറയുന്നത് പോലെ ഒരു സംഘപരിവാർ സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് വന്ന് പ്രശ്നമാക്കിയിരിക്കുന്നത്, മന്ത്രി എന്താ ചെയ്യേണ്ടത്? ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വരണ്ടല്ലോ, പിന്നെ അതൊരു ക്രമസമാധാന പ്രശ്നമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പോലീസിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് അകത്താക്കാമല്ലോ. ഒരു സ്കൂളിൽ വന്നിട്ട് അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് മതിയായ കാരണമല്ലേ? അങ്ങനെ ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതിനെ ഈ ബ്ലോയിങ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്നതുപോലെ ഇങ്ങനെയല്ല ഒരു വിഷയം ഉണ്ടായാൽ പരിഹരിക്കേണ്ടത്. മന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലവും നമ്മുടെ ഇവിടുത്തെ ഡെമോഗ്രഫിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്ന രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം പരിഗണിച്ചതിന് ശേഷം മന്ത്രി ഇതിനെ വളരെ ഫ്ലെയിം എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് കരുതാവുന്നത് പോലെ ഇതിനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ അതിന് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നോ?
എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരി അതിന് ശരി ഇവിടെ ഇപ്പോൾ മറുപടി കെന്നഡി ആരും കരിമിങ്കാല മറുപടി കൂടി ചേരുകയാണ്. ശ്രീ കെന്നഡി,